നമസ്കാരം സുഹൃത്തുക്കളെ. ധനയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൃഗുനന്ദി നാഡിയിലെ ധനയോഗം. ഇത് 2 പ്ലാനറ്റാണ് ധനയോഗം തരുന്നത്. ഒന്ന് ശുക്രനും 2 ശനിയും. ഇവർ 2 പേരുള്ള കൺജങ്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജാതകത്തിൽ ധനയോഗം ഉണ്ടാകുന്നത്. ശുക്രൻ എന്നുള്ളത് നമ്മൾ എല്ലാവരും കേൾവിയുള്ളതാണ്. ആദ്യമേ ഈ ജ്യോതിഷത്തിനെ പറ്റിയോ ജാതകത്തിനെ പറ്റിയോ അറിയാത്തവർക്ക് പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. ശുക്രൻ എന്ന് വെച്ചാൽ നല്ലൊരു കാലഘട്ടം അല്ലെങ്കിൽ നല്ലൊരു ഭാഗ്യം വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ശുക്രൻ തരുന്നതും അത് തന്നെയാണ്. ധനമാണ് തരുന്നത്, വെൽത്ത്, ധനം തരുന്നു ശുക്രൻ. ശുക്രൻ തരുന്നത്, വീട് തരുന്നത് ശുക്രനാണ്. വാഹനങ്ങൾ തരുന്നത് ശുക്രനാണ്. പിന്നെ സ്ത്രീകളെ ഒരു ഫെമിനിയൻ എനർജി ആയിട്ട് കണക്കാക്കുന്നു ശുക്രനെ നമ്മൾ. ശുക്രാചാര്യനാണ്. അപ്പോൾ നമുക്ക് ഫെമിനിയൻ എനർജി, അതായത് ഭാര്യ അല്ലെങ്കിൽ പെൺമക്കൾ, സ്ത്രീകളെ മൊത്തത്തിൽ വീനസ് ശുക്രനായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ ഭാഗ്യം ഉള്ളവർ അവർ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും കുറച്ച് പേരെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിലൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ബ്യൂട്ടി, ഹാൻസം, ഈ വേർഡുകളൊക്കെ അവർക്ക് സ്യൂട്ടാവുന്നതാണ്. പക്ഷെ അതല്ലാതെയും ഹാൻസം അല്ലാതെ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ വീനസിൽ നല്ല പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. സംതിങ് സ്പെഷ്യൽ എന്ന് പറയില്ലേ, ഉണ്ടായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അത് ഒരു ശുക്രൻ്റെ പ്രത്യേകതയാണ്. ശുക്രൻ്റെ ഓരോ പ്രൊഡക്റ്റും നല്ലതായിരിക്കും. ഏതിൽ എടുത്താലും അതിൻ്റെ എന്ത് ക്വാളിറ്റി സാധനം, നമ്മൾ ലക്ഷറി ഐറ്റങ്ങൾ, നമ്മൾ ഈവൻ ഒരു ജ്വല്ലറി ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷോറൂമിൽ അവരെ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല, ഏറ്റവും ടോപ്പായിട്ടുള്ള 1-2 ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വാവ് ഇത് എത്ര ഭംഗി എന്നറിയില്ല. അതാണ് ശുക്രൻ. ഒരു വാച്ചിൻ്റെ ഷോറൂമിൽ പോയാലും നമ്മളത് കാണുമ്പോൾ അതായത് 1-2 വാച്ചുകൾ സൂപ്പറായിരിക്കും കാണാനായിട്ട്. ഏറ്റവും പ്രത്യേകത, ഏറ്റവും അതിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, കാണാനുള്ള ഓരോ ഡീറ്റെയിലും അത്രയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയുള്ളതായിരിക്കും. അതാണ് ശുക്രൻ. ശുക്രൻ്റെ പ്രത്യേകത അതാണ്. എന്തിലും ഒരു ആകർഷണം ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ അത്രയും ഏറ്റവും ബെസ്റ്റ് സാധനം. ലക്ഷറികളിൽ ഏറ്റവും ടോപ്പ് കാറുകളാണെങ്കിൽ ടോപ്പ് മോഡൽ കാർ, ഒരു ബ്രാൻഡ് പോകണമെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് മോഡൽ, അതാണ് ശുക്രൻ. എല്ലാം ഉണ്ടായിരിക്കും, അല്ലാത്ത സൂപ്പർ. അതിലൊരു കുറവും പറയാൻ പറ്റില്ല, ഒരു ഫ്ലോ ഇല്ലാത്ത ഒരു കാര്യം, അതാണ് ശുക്രൻ. ശുക്രൻ വരുന്നുണ്ടെങ്കിൽ ആകർഷണമാവണമെങ്കിൽ നമ്മൾ നല്ലപോലെ വസ്ത്രധാരണം, വസ്ത്രങ്ങൾ കാണിക്കുന്നത് ശുക്രനാണ്. നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നത് ശുക്രൻ്റെ കാലത്താണ്, അല്ലെങ്കിൽ ശുക്രൻ്റെ അനുഗ്രഹമുള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ വസ്ത്രധാരണത്തിൽ വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ഹൈജീനായിട്ട് വസ്ത്രം ധരിക്കുന്ന ആൾക്കാർ, അവർ ഹൈജീനായിട്ട് ഇരിക്കുന്നത് അത് ശുക്രനെ കൂട്ടാനുള്ള ഒരു രീതിയാണ്. വീട് ഭയങ്കര വൃത്തിയാക്കി വയ്ക്കുക, എപ്പോഴും കാറ് വൃത്തിയായി വയ്ക്കുക, അതൊക്കെ ശുക്രൻ്റേതായ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഹൈജീനാക്കി അതിനത്രയും ക്ലീനാക്കി അതിനെ ടോപ്പാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ എനർജി കൂടുതൽ അട്രാക്റ്റ് ആവും. അതുപോലെ സ്ത്രീകളെപ്പോഴും ബഹുമാനിക്കുക, സ്ത്രീകളോട് ബഹുമാനം കാണിക്കുക, ഓക്കെ, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക കഴിയുന്നുണ്ടെങ്കിൽ. ഭാര്യ അല്ലെങ്കിൽ മക്കൾ, വേറെ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട്, അവരായിട്ട് ഒരു റിലേഷൻ നല്ലതായിട്ട് വയ്ക്കുക എപ്പോഴും. അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോഴാണ് അത് ഇഷ്യൂ ആവുന്നത്. സാധാരണ വിവാഹ ജീവിതത്തിലും കാര്യങ്ങളും പ്രശ്നങ്ങളുള്ളവരായുള്ള സ്ത്രീകളായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ധനത്തിൻ്റെ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരും. അതൊരു കോറിലേഷനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാർമ്മികമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും, നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, അതൊരു മോശമായ സിറ്റുവേഷൻ പെരുമാറുണ്ടോ അങ്ങനൊരു ഇത് വരികയാണെങ്കിൽ നമ്മൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണത്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ ശുക്രനെ കൂട്ടുക. അങ്ങനെയാണ് ശുക്രനെ കൂട്ടുന്നത്. ശുക്രൻ്റെ ഗുണങ്ങൾ കൂട്ടി അതിൻ്റെ ഈ കൺജക്ഷനെ നമുക്ക് പരമാവധി നല്ല ലെവലിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ മാക്സിമം ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റും ശുക്രനെ കൊണ്ട്. ശുക്രൻ്റെ ദിവസം പറയുമ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, കടം കൊടുക്കില്ലേ കുറേ ആൾക്കാരൊക്കെ. അതുപോലെ വെള്ളിയാഴ്ച വരുന്ന ധനം ഉണ്ടല്ലോ, അത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വളരെ ഒരു അസറ്റായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സേവിങ് ബാങ്കിലോ എല്ലാ ഫ്രൈഡേ കഴിയുന്നത് ഏതെങ്കിലും ഫ്രൈഡേയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ലോങ് ടൈമിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിമെറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു എവരി ഫ്രൈഡേ കുറച്ച് ഷെയർസ് മേടിച്ചിടുക. അങ്ങനെ കുറേ കാലം മേടിച്ചിടുകയാണെങ്കിൽ നല്ലൊരു അസറ്റായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ശുക്രൻ്റെ കാരണം കൊണ്ട്. അതൊക്കെയാണപ്പോൾ ശുക്രനെ പറ്റി അറിയേണ്ടത്. ഈ ശുക്രൻ നമ്മുടെ ജാതകത്തിൽ എങ്ങനെ എവിടെ നിൽക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ നാഡി അസ്ട്രോളജി പ്രകാരം ഒരേ രാശിയിൽ ശുക്രനും ശനിയും നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കഞ്ചക്ഷൻ ഉണ്ടെന്ന് പറയും. 2-12 ഉണ്ടെങ്കിലും കഞ്ചക്ഷൻ ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് രാശിയിലോ ഒരു ഗ്രഹം നിൽക്കുന്നതിൻ്റെ സെക്കൻഡ് രാശിയിലോ അതിനല്ലെങ്കിൽ പിന്നിലത്തെ രാശിയിലോ മറ്റേ ഗ്രഹം നിൽക്കുകയാണെങ്കിലും അതിൻ്റെ കഞ്ചക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ട്രൈൻ, അതായത് ത്രികോണത്തിൽ നിൽക്കുകയാണെങ്കിലും അതിന് കഞ്ചക്ഷൻ ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ 1-7 നിൽക്കുകയാണെങ്കിലും കഞ്ചക്ഷൻ ഉണ്ടെന്ന് പറയും. അതായത് 7ാമത്തെ ദൃഷ്ടി പരസ്പരം അതിനുണ്ടെന്നുണ്ടെങ്കിലും അതിനെ കഞ്ചക്ഷനായിട്ട് കണക്കാക്കും. അപ്പോൾ അതുള്ളവർക്ക് ഈ ഭാഗ്യങ്ങളെ തീർച്ചയായും കാണാൻ പറ്റും. അതിന് കുറച്ച് ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാവും, രാശിനെയും വേറെ കുറേ ഫാക്ടേഴ്സും കൂടി ഉണ്ട് അതിൽ. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ഭാഗ്യങ്ങളുണ്ടാവും. അതില്ലാത്തവർക്കും ഈ നമ്മുടെ പറയുന്ന കർമ്മങ്ങളിൽ കൂടെയും അവർക്കും നല്ലപോലെ ഇതിൻ്റെ ഫലം നേടാൻ പറ്റും. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം കിട്ടുമല്ലോ. അതാണ് ശനി തരുന്നത്. അതാണ് ശനിയും കൂടെ വേണമെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ശനി തരുന്നത് കർമ്മഫലമാണ്. അപ്പോൾ ശനിയുടെ കൂടെ ശുക്രൻ ഉണ്ടെങ്കിലോ, ശനി നല്ല ഫലങ്ങൾ തരുന്നതിന് കൂടെ ശുക്രനും തരാൻ തുടങ്ങും. അപ്പോൾ അതിൽ പരം ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഈ യുഗത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ലക്ഷറി വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന സന്യാസിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും, അതായത് 99% ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ലക്ഷറീനെ ആഗ്രഹിക്കുന്ന ആളാണ്. സമ്പത്ത് വേണം, വീട് വേണം, കാറ് വേണം, അല്ലേ? സ്ത്രീ, അതായത് ഭാര്യ നല്ലതായിരിക്കണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ഈ കർമ്മം, നമ്മുടെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, ഈ കർമ്മങ്ങളിൽ കൂടെ നമ്മൾ നന്നായി പോവുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ഈ വരുന്ന സാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പോൾ ശനി 12, ഈ മാർച്ച് 25-28 മാർച്ചിന് ശേഷം ശനി 12ാമത്തെ രാശിയിലേക്ക് മാറുകയാണ്. അതായത് പൈസസ് രാശി എന്ന് പറയും, മീനരാശിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ജാതകത്തിൽ ഓൾറെഡി വീനസ് മീനരാശിയിലുള്ള ആൾക്കാരുണ്ടാവും. അതായത് നമ്മൾ ജനന സമയത്ത് വീനസ് പൈസസിൽ അല്ലെങ്കിൽ മീനരാശിയിൽ 12ാമത്തെ രാശിയിൽ ഉണ്ടെങ്കിൽ ഈ ശനി അതിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ശനി അവിടെ 2.5 വർഷം ഉണ്ടാവും. ആ 2.5 വർഷം ആ ജാതകം ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഭാഗ്യങ്ങൾ വരും. അപാരമായ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയമായിട്ട് മാറും. സമ്പത്തും വീട് മേടിക്കൽ, കാറ് മേടിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരെ ലൈഫിലുണ്ടായിരിക്കും. ഈ വരുന്ന ഒരു 2.5 വർഷം ശനി പൈസസിലായിരിക്കും. അപ്പോൾ ശനിയും അതിൻ്റെ റിസൾട്ട് തരും, ശുക്രനും അതിൻ്റെ റിസൾട്ട് തീർച്ചയായും തരും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത് കണ്ടതിൽ വളരെ നന്ദി. നമസ്കാരം.